ശബരിമല ദർശനത്തിന് സന്നിധാനത്ത് തിരക്കിന് നേരിയ കുറവുണ്ട്. ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയും വലിയ തിരക്ക് അനുഭവപ്പെട്ടിരുന്നു. ഇന്നലെ 1 ലക്ഷത്തിലേറെ പേർ മല ചവിട്ടിയെന്നാണ് കണക്കുകൾ പറയുന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് ഇവിടെ വന്ന് ഇപ്പയാണ് சாமி அம்பலத்துக்கு ஏறிட்டு இப்பയാണ് சாமி കാണുന്നത്. ஞாயிற்றுக்கிழமை காலையில வந்தோம். நேற்று இன்னைக்கு எல்லாம் நடந்துக்கினே இருக்கிறோம். பம்பால ஒன்றும் குடிக்கவே மயக்கம் போட்டு വീഴ്ந்து അടിപെട്ട് വന്നു നിൽக்கிறேன் ഗുഡോണിൽ പോടുമ്പോൾ. ഏട്ടാ ഞങ്ങൾ ഇന്നലെ 3 മണിക്ക് വന്ന് കയറിയേക്കണം. ഇപ്പോഴാണ് ദർശനത്തിന് ഇവിടെ എത്തിക്കുന്നത്. അത്രയും ബ്ലോക്കാ. അതേമാതിരി നമ്മൾ എന്തെങ്കിലും അടച്ചിട്ട് റൂമിൽ വെച്ചിരിക്കുന്നുണ്ട്. ഭക്ഷണം ഒന്നുമില്ല, ഒരു ബിസ്ക്കറ്റ്, ഒരു വെള്ളം. എന്താ സ്വാമി ഇത്? നമ്മളെ കുട്ടികളുണ്ട്, എല്ലാവരും ഉണ്ട്, ആർക്കും കഴിക്കാൻ ഒന്നും വഴിയില്ലാണ്ട്. ഭക്തർ എപ്പോഴും ഭക്തരാ, അതാദ്യം കാണണം, ഭക്തരായിട്ട് കാണണം. പണം മാത്രം മതി ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും മറ്റ് മന്ത്രിക്കും പിന്നെ ഇവിടെയുള്ള എല്ലാവർക്കും. അതറിയോ, ഞാൻ 84 മുതൽ വരൽ തുടങ്ങിയതാണ്. ഇന്ന് വരെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ഇപ്രാവശ്യമാണ് ബുദ്ധിമുട്ടുണ്ടായത്. വിവരങ്ങളുമായി ശ്യാം സുന്ദർ ശബരിമലയിൽ നിന്നും ചേരുന്നുണ്ട്. ശ്യാം, തിരക്ക് എങ്ങനെയാണ് കടന്നു പോകുന്നത്? അഭൂതപൂർവമായ തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നിലയ്ക്കൽ നോക്കിയാലും നീലിമല വരെ ക്യൂ നീണ്ടുപോകുന്നു. 15 മണിക്കൂറോളം തീർത്ഥാടകർക്ക് ക്യൂവിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ വല്ലാത്തൊരു ബുദ്ധിമുട്ട്, ആ സാഹചര്യങ്ങളൊക്കെ അനുഭവപ്പെട്ടേക്കാം. എങ്ങനെയാണ് ഇപ്പോൾ ഒരു നേരിയ ആശ്വാസം സന്നിധാനത്ത് തിരക്കിനുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്? എന്താണ് പുതിയ വിവരങ്ങൾ? ഇന്നത്തെ കണക്കുകൾ എത്രത്തോളം ആളുകൾ ദർശനത്തിനായി എത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്? പ്രജീഷ്, രാവിലെ ഉണ്ടായിരുന്ന അതിരൂക്ഷമായ തിരക്കിൽ നിന്നും നേരിയൊരു ശമനം ഉണ്ടായി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഫ്ലൈ ഓവറിലെല്ലാം ആളുകൾ ഒഴിഞ്ഞിട്ടുണ്ട്. ഫ്ലൈ ഓവർ ഇപ്പോൾ കാലിയായിട്ടാണ് ഇരിക്കുന്നത്. അതായത് സന്നിധാനത്ത് ഇപ്പോൾ തിരക്ക് വളരെയധികം നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. തിരക്ക് ഇപ്പോൾ ഒട്ടും തന്നെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ 18ാം പടിയിൽ നിന്നും നേരിട്ട് ഫ്ലൈ ഓവറിലൂടെ അല്ലാതെ നേരിട്ട് നടയിലേക്ക് സന്നിധിയിലേക്ക് കടത്തിവിടുന്നുണ്ട് ആളുകളെ. വടം കെട്ടി തിരിച്ചുകൊണ്ട് ആളുകൾ നേരിട്ടാണ് ഇപ്പോൾ കടത്തിവിടുന്നത്. ഫ്ലൈ ഓവർ വഴി കയറ്റി വിടുന്നില്ല. അപ്പോൾ താഴത്തെ ഭാഗങ്ങളിൽ നിന്നുള്ള നിയന്ത്രണങ്ങൾ ശക്തമാക്കിയതോട് കൂടിയാണ് ഇപ്പോൾ സന്നിധാനത്ത് തിരക്കിനൊരു അയവ് വന്നിരിക്കുന്നത്. താഴത്തെ നിയന്ത്രണങ്ങൾ അതിശക്തമായി തുടരുകയാണ്. ഇപ്പോൾ പമ്പയിലും നിലയ്ക്കലിലും മേളിലോട്ടുമെല്ലാം ഘട്ടം ഘട്ടമായിട്ടാണ് ആളുകളെ ഭക്തരെ കടത്തിവിടുന്നത്. അതിൻ്റെ ഒരു ഫലം കൂടിയാണ് ഇപ്പോൾ സന്നിധാനത്ത് തിരക്ക് അയഞ്ഞിട്ടുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്നതാണ്. നേരിട്ട് നടയിലേക്ക് കയറ്റി വിടുന്നുണ്ട്. വടം കെട്ടി തിരിച്ചുകൊണ്ട് 18ാം പടിയിൽ നിന്നും നേരിട്ട് നടയിലേക്ക് തന്നെ കയറ്റി വിടുകയാണ്. അപ്പോൾ തിരക്കിപ്പോൾ പൂർണ്ണമായും നിയന്ത്രണ വിധേയമായി എന്ന് വേണം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. അഭിപ്രായങ്ങൾ തേടാവുന്നതാണ്. എത്ര സമയം അവർക്ക് ക്യൂവിൽ നിൽക്കേണ്ടി വന്നു എന്നതൊക്കെ അവരോട് ചോദിക്കാം. തീർച്ചയായും സ്വാമി, நான் ஆந்திராவிலிருந்து வந்திருக்கேன் சாமி. எவ்வளோ நேரமா காத்திருக்கீங்க? நேற்று காலையில் வந்திருக்கேன் சாமி. ஆமாம் சார். ஆமாம். நேற்று 4 மணிக்கு வந்தோம் சார். 16 மணி நேரம் சார். மீண்டும் குழந்தைங்களாம் முடியல. தனியாக விட மாட்டேங்கிறாங்க. சாப்பாடு கிடைச்சதா? சாப்பாடு ஒன்றும் கிடைக்கலையா? இல்லை கிடைக்கல சாமி. ரொம்ப கஷ்டமா இருக்குது சாமி. 12 மணி நேரம் 13 மணி நேரம் நிற்கிறதா இருக்குது சாமி. ரொம்ப கஷ்டமா இருக்குது சாமி. இவ்வளவு சோதனை கொடுப்போம் நினைக்கல சாமி. ஐ எம் வெயிட்டிங் ஹியர் ஒன்லி. எல்லாமே நல்லா கிடைச்சு. ரொம்ப கஷ்டமா இருக்குது. ஆமா, சாப்பிட முடியல, தூங்க முடியல. நிறைய ஆள் இருக்காரு. ஆமா. ഇനിയുള്ള മണിക്കൂറുകൾ എങ്ങനെയായിരിക്കും? കാരണം അവധി സമയമാണ്, മണ്ഡലകാലം. അത് നട അടയ്ക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അതിനുശേഷം മകരവിളക്കിനായി തുറക്കാൻ പോകുന്ന ഈ സമയങ്ങളിലൊക്കെ തന്നെ തീർത്ഥാടകരുടെ വരവ് എങ്ങനെയായിരിക്കും? എന്താണ് ദേവസ്വം ബോർഡിന്റെ കണക്കൂട്ടൽ? മറ്റ് ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ തീർത്ഥാടനം സുഗമമാക്കാനുള്ള ഇടപെടൽ നമുക്കറിയാം. എത്രയോ പ്രതിസന്ധി ഘട്ടങ്ങൾ കടന്നു, വിമർശനങ്ങളൊക്കെ ഉണ്ടായി. അതിൽ നിന്നൊക്കെ ഒരു തിരുത്ത് ശബരിമലയിൽ ഈ തിരക്കിന്റെ ഘട്ടത്തിൽ കാണാൻ കഴിയുന്നുണ്ടോ? പോലീസിന്റെ ഭാഗത്തെ ഇടപെടലൊക്കെ എന്താണ് ശ്യാം? പ്രജീഷ്, വരും ദിവസങ്ങളിൽ വൻതോതിൽ തിരക്ക് വരുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോഴത്തെ അധികൃതർ ഇപ്പോൾ ഉള്ളത്. അതിനായുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കി കഴിഞ്ഞു. അതിൻ്റെയും കൂടെ ഒരു പ്രതിഫലനമാണ് ഇപ്പോൾ സന്നിധാനത്തെ തിരക്ക് നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞതും.
ഇന്നലെ വൻതോതിൽ തിരക്ക് വന്നിരുന്നു. ഇന്നലെ ആയിരുന്നു റെക്കോർഡ്, ഈ മണ്ഡലമാസത്തെ റെക്കോർഡ് ഭക്തജനങ്ങൾ എത്തിയത്. ഇന്നലെ ഏകദേശം 1,969,000 പേരാണ് 18-ാം പടി കയറി വന്നത്. അത് ഈ മണ്ഡലമാസത്തെ റെക്കോർഡ് എണ്ണമാണ്. ഇന്ന് ഏകദേശം മിനിറ്റിൽ 76 പേരെന്ന നിലയിലാണ് ഇപ്പോൾ 18-ാം പടി കയറ്റിക്കൊണ്ടിരിക്കുന്നത്. അതും ഈ മണ്ഡലമാസത്തേനെ ഏറ്റവും ഉയർന്ന സംഖ്യയാണ്. അതിനാൽ തന്നെ പൂർണ്ണമായും വരും ദിവസങ്ങളിലെ തിരക്ക് നിയന്ത്രണവിധേയമാക്കാൻ കഴിയും എന്ന പൂർണ്ണമായ പ്രതീക്ഷയിലാണ് ഇവിടുത്തെ അധികൃതർ ഉള്ളത്. ഒരു തരത്തിലുള്ള പ്രതിസന്ധിയും അധികൃതർ പ്രതീക്ഷിക്കുന്നില്ല. അതിനാൽ തന്നെ ഇനി വരുന്ന നാളെ തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധനയും തങ്കയങ്കി സന്നിധാനത്ത് എത്തുകയും ചെയ്യും. അതിൻ്റെതായ തിരക്കുണ്ടാവും. മറ്റന്നാൾ അതായത് 27-ാം തീയതി മണ്ഡലപൂജയാണ്. അങ്ങനെ നിർവൃതിയിലേക്കും വിശേഷ ദിവസങ്ങളിലേക്കൊക്കെ ശബരിമല പോകുമ്പോൾ സന്നിധാനത്തേക്കൊക്കെയുള്ള വരവ് കൂടുകയാണ്. അതേസമയം ഇന്നലെയൊക്കെ വലിയ തിരക്ക് അനുഭവപ്പെട്ടു. ശബരിമലയിൽ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന സന്നിധാനത്ത് തിരക്ക് കുറയുന്നുണ്ട്. അതേസമയം നിലയ്ക്കലേക്കൊക്കെ തന്നെ വാഹനങ്ങളുടെ ഒഴുക്ക് കൂടുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്.